അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തപ്പോൾ എനിക്ക് എന്താ ഇത്ര സന്തോഷം? ഉറപ്പായിട്ടും സന്തോഷമുണ്ട്. ഇത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കോണ്ടന്റ് ആണ്. അതുകൊണ്ടാണ്, ഒരു കോണ്ടന്റ് തന്നെയാണത്. പക്ഷെ ഇതിനകത്ത് അനീഷ് വോട്ടിന് വേണ്ടി ചെയ്തെന്നോ അല്ലെങ്കിൽ ഗെയിം സ്ട്രാറ്റജിക്ക് വേണ്ടി ചെയ്തെന്നോ അങ്ങനെ കുത്തിത്തിരികെ ഒന്നും പറയാൻ ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലും നിന്നിട്ടില്ല. അതുപോലെ തന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോ ആണ് അനുമോള്. അതിപ്പോ അനുമോള് അനീഷിന്റെ കാര്യത്തിൽ നിന്നല്ല, നെവിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും, ഇപ്പൊ അക്ബർ, ആദില, നൂറ അവരുടെ ഇടയിൽ നടന്ന പ്രശ്നം അനുമോള് പ്ലാൻ ചെയ്ത് ഓക്കെ ഇന്ന് രാവിലെ തൊട്ട് ഇത്ര വരെ ഇങ്ങനെ പെരുമാറണം എന്നൊന്നും കരുതിയല്ല അനുമോള് പോകുന്നത്. അതൊരു ഫ്ലോ ആണ്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വർക്കൗട്ട് ആകുന്നു എന്നുള്ളത് ഇപ്പം TRP കൂട്ടാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് അതിനെ വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ലൈവിൽ കാണുമ്പോൾ നമുക്കും അത് അങ്ങനെ തന്നെയാണ്, നമുക്കും അത് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു ഹെയ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അനീഷിനെ അങ്ങ് നെഗറ്റീവ് അടിക്കുക, അനുമോളെ നെഗറ്റീവ് അടിക്കുക, ഇത് രണ്ടും എനിക്ക് തോന്നുന്നില്ല അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോ ഇപ്പൊ 9 ദിവസമല്ലേ ഉള്ളൂ ഇനി, അപ്പം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്നോട് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും, ഈ സീസൺ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഈ ബിഗ് ബോസിനകത്തായിട്ടുള്ളത് 1 അനുമോളും 2 അനീഷും തന്നെയാണ്. ബാക്കി ഈ പറഞ്ഞ ജിസേൽ, ആര്യൻ, അവർ രണ്ടുപേരും നല്ല 2 മത്സരാർത്ഥികളായിരുന്നു. പക്ഷേ എവിടെയൊക്കെയോ അവരുടെ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പിനകത്ത് ജിസേൽ ആദ്യം തന്നെ കുറച്ച് വീക്കായി പോയി. പിന്നെ ജിസേൽ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ മാത്രം പറയുന്നില്ല, ജിസേലിന് ഹെൽത്ത് കുറച്ച് ഇഷ്യൂ വന്നപ്പോൾ കുറച്ച് ലോ ആയി പോയിട്ടുണ്ടോ എന്ന് തോന്നാം. പിന്നെ ആര്യന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞ വേറെ കുറച്ച് പേര് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടും അവരെ നിലനിർത്തുന്നത് കൊണ്ടുമാണ് ആര്യൻ ഔട്ടായി പോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആര്യനും മിടുക്കനായിട്ടുള്ള ഒരു നല്ല മത്സരാർത്ഥിയായിരുന്നു. ജിസേല്, ആര്യൻ, അനുമോള്, അനീഷ്, പിന്നെ ആദില, നൂറ എന്ന് പറയുന്ന 2 കപ്പിൾസ്. ഇതേ നമുക്ക് പെട്ടെന്ന് ഓർക്കുമ്പോൾ ഈ ഒരു സീസണെ കുറിച്ച് എനിക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഞാൻ ചൂസ് ചെയ്യുന്ന പേരുകളാണ്.